മതമാണ് മനുഷ്യനെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നത് എന്ന് പറയുന്നത് കേവല വാചിക വ്യവസ്ഥതയല്ല, മറിച്ച് മതങ്ങളോളം മതത്തോളം മനുഷ്യനെ മനസ്സിലാക്കുകയും മനുഷ്യത്വത്തെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന മറ്റൊരാശയവും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. വൈകാരികതയ്ക്കപ്പുറം വൈചാരികതയുടേതായ തലങ്ങളാണ് മതങ്ങൾ മനുഷ്യ സമൂഹത്തിന് മുന്നിൽ വരച്ചിടുന്നത്. കേവല ആസ്വാദനങ്ങൾക്കും നിമിഷമായ വിഭ്രാന്തികൾക്കും ഉപരി സഹജീവികൾക്കോ സമൂഹത്തിനോ ദോഷം വരുത്താത്ത രൂപത്തിൽ സൗമ്യ സാന്നിധ്യമായി ഭൂമുഖത്ത് ജീവിക്കാനാണ് ഓരോ മതവും മതവിശ്വാസികളെ ഉത്ബോധിപ്പിക്കുന്നത്, പകർന്നു കൊടുക്കുന്നത്. അവിടെ നന്മ തിന്മകളെ പകൽ വെളിച്ചത്തിൽ മാത്രമല്ല, അതേത് നിശബ്ദതയിലും ഏത് ഏകാന്ത വിജനതയിലും കൂടെ കൂട്ടണമെന്ന് ഇസ്ലാം കൃത്യമായി നിഷ്കർഷിക്കുന്നുണ്ട്. സാമൂഹിക ജീവിതത്തിൻ്റെതായ എല്ലാ അടിസ്ഥാന പാഠങ്ങളും ചെറുപ്രായത്തിൽ തന്നെ വിശ്വാസികളുടെ മനോധനങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ഈ മതം ആരയിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. മതമൂല്യങ്ങളുടെ ഏതെങ്കിലും തലങ്ങളിൽ സംഭവിക്കുന്ന അപജയങ്ങളെയോ വ്യാഖ്യാനപരമായ വൈരുദ്ധ്യങ്ങളെയോ ചൂണ്ടിക്കാണിച്ച് മതമൂല്യങ്ങൾ മാനവികതയ്ക്ക് വേണ്ടതല്ല. മതമൂല്യങ്ങൾ മാനവികതയെ ഹനിക്കുന്നതാണ് എന്നൊക്കെ പ്രചാരണം നടത്തുന്നവർക്ക് പകരമായി സാമൂഹ്യ ജീവിതത്തിൻ്റെതായ എല്ലാ മൂല്യങ്ങളും ഉൾക്കൊള്ളുന്ന മറ്റൊരു സാധ്യതയോ മറ്റൊരു പ്രത്യയശാസ്ത്രമോ തന്നെ ചൂണ്ടിക്കാണിക്കാൻ ഇല്ല എന്നതാണ് സത്യം. ഒറ്റയ്ക്ക് സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തൊട്ടയൽപക്കത്തുള്ളവന്റെ വയർ ഒട്ടിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുവാനും വീണുകിടക്കുന്നവനൊരു കൈ നീട്ടിക്കൊടുക്കാനും അപരിചിതർക്കൊരു പുഞ്ചിരി കൊണ്ടെങ്കിലും ഹൃദയാഭിവാദ്യം അർപ്പിക്കണമെന്നും പറയുന്ന ഇസ്ലാമിന്റെ ആ സാമൂഹിക പക്ഷത്തെ മനസ്സിലാക്കിയെടുക്കുന്നതിൽ പരാജയപ്പെടുന്നതാണ് പലരെയും ഇസ്ലാം വിരുദ്ധരും ഇസ്ലാം വിരുദ്ധ പ്രബോധന പ്രചാരകരും ആക്കി മാറ്റുന്നത്. ഇത്തരം സന്ദർഭത്തിലാണ് നമ്മൾ